സൂക്ഷിച്ച്. മുല്ലേ അപ്പു എവിടെ? കാണല്ലേ? ബസ്സിലുണ്ടാവും. മുല്ല അപ്പു അപ്പു വാ ഇറങ്ങാം. പതുക്കെ. ആരോ വീശിയെറിഞ്ഞ പമ്പരമല്ലേ ജീവിതം, ആരാച്ചാ ദൂരെ മറഞ്ഞു നിൽക്കുവതില്ലേ. ഞാണിന്മേൽ കളിയാണെന്നും ജീവിതം, വെറുമൊരു ചാവയറിനു വേണ്ടി പിടയും ജീവിതം. ഈ നരകത്തിനിടയിൽ കൂടെ, വളയത്തിനുള്ളിൽ കൂടെ പതരാതെ മറിയണ ചാടണ വാനരന്മാർ. നാടോടികൾ ഞങ്ങൾ, നാടോടികൾ, നാടോടികൾ ഞങ്ങൾ, നാടോടികൾ, നാടോടികൾ ഞങ്ങൾ, നാടോടികൾ, നാടോടികൾ ഞങ്ങൾ, നാടോടികൾ. കൊമ്പത്തു നിൽക്കാനായി വമ്പുകൾ കാട്ടിക്കൂട്ടി, അമ്പൊടിഞ്ഞമ്പോ തളർന്ന പാവങ്ങളെ മാന്മാ. തുമ്പും തരിമ്പും ഇല്ല, ഇമ്പങ്ങൾ കാണാനില്ല, തുമ്പങ്ങൾ ചൊഴ്ന്നാലെന്തും അമ്പമ്പടരാഭണ. ഈ ചെണ്ടയിൽ കൊട്ടുമ്പോൾ, ചുണ്ടത്ത് പാട്ടുണരുമ്പോൾ കണ്ടു നിൽക്കാനവരുണ്ടെന്നോർത്തു നാം ആടുന്നു. നാടോടികൾ ഞങ്ങൾ, നാടോടികൾ, നാടോടികൾ ഞങ്ങൾ, നാടോടികൾ, നാടോടികൾ ഞങ്ങൾ, നാടോടികൾ, നാടോടികൾ ഞങ്ങൾ, നാടോടികൾ.
അന്തിക്കു കള്ളും മോന്തി ചന്തിക്കു താളം കൊട്ടി ചന്തം തുളുമ്പും പാട്ടുകൾ പാടുന്നു നാടോടി. അന്തിക്കു കള്ളും മോന്തി ചന്തിക്കു താളം കൊട്ടി ചന്തം തുളുമ്പും പാട്ടുകൾ പാടുന്നു നാടോടി. ചെന്തിയിലെരിയും നേരം വെന്തുപോം ഹൃദയത്തിൻ്റെ നൊമ്പരപ്പാട്ടാണെന്നു കാണില്ല മാലോകർ. ഈ ചെണ്ട നാം കൊട്ടിപ്പോകും, ചുണ്ടുകൾ പാടിപ്പോകും. കണ്ടാലും കണ്ടില്ലേലും കേട്ടാലും കേട്ടില്ലേലും നാടോടികൾ ഞങ്ങൾ നാടോടികൾ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ. ഞാണിന്മേൽ കളിയാണെന്നും ജീവിതം, വെറുമൊരു ചാവയറിനു വേണ്ടി പിടയും ജീവിതം. ഈ നരകത്തിനിടയിൽ കൂടെ വളയത്തിനുള്ളിൽ കൂടെ പതറാതെ മറിയണ ചാടണ വാനരന്മാർ. നാടോടികൾ ഞങ്ങൾ നാടോടികൾ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ, നാടോടികൾ ഞങ്ങൾ നാടോടികൾ. அம்மா வேலை இருக்கா? அம்மா வேலை இருக்காமா? அம்மா வேலை இருக்காம்மா? அம்மா வேலை இருக்காமா? அம்மா வேலை இருக்காமா? സാറേ വേല ഇരിക്കാ? കുറച്ച് വിറക് കീറാണ്ട്, ഒരാള് മതി. அம்மா வேலை இருக்காமா? അയ്യോ, അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ത്രീകളെ ഒരിക്കലും അവഗണിക്കപ്പെടേണ്ടവരല്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, ദുർഗയാണ്, ദേവിയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ മാനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നാം ദുർഗയായി മാറണം. നമ്മളെ നിന്ദിച്ച് പിന്തള്ളുമ്പോൾ നാം ശക്തിയായി മുന്നേറുന്നു. നമ്മുടെ ഭർത്താവിന്റെയും കുട്ടികളുടെയും കാര്യം വരുമ്പോൾ നാം ദൈവികതയുടെ പര്യായമായി മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയാണ് എല്ലാം, സ്ത്രീ മാത്രമാണ് പൂർണ്ണത. സരോജിനി, ഒരു സംശയം ചോദിച്ചോട്ടെ? നമുക്ക് നമ്മുടെ ഭർത്താവും മക്കളോണെല്ലാം, എന്നാലും നമുക്ക് ഒരു സ്വാതന്ത്ര്യവും അനുവദിച്ചു തരാത്ത ഭർത്താവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിക്കുക? കഷ്ടം. സ്ത്രീയുടെ അനന്തമായ കഴിവുകളെ കുറിച്ച് സ്ത്രീ തന്നെ അറിയുന്നില്ലല്ലോ. ഹോ, നോക്കു സുമതി, എന്റെ ഭർത്താവിനെ നിങ്ങളൊക്കെ അറിയുമല്ലോ. പക്ഷേ നിങ്ങൾ ആരും അറിയാത്തൊരു മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്തൊരു മുൻകോപി, സ്ത്രീയെ മാനിക്കാത്തനായിരുന്നു അദ്ദേഹം എന്നറിയാമോ? ദൈവികമായൊരു സ്നേഹം, അത് ഒന്നുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയെടുത്തു. സുമതി ഇന്നു മുതൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കുളിക്കാൻ ചൂടുവെള്ളം തയ്യാറാക്കി കൊടുക്കുക. അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് സദാ വേവലാതിപ്പെടുക. ചുരുങ്ങിയ നാൾക്കുള്ളിൽ അദ്ദേഹം നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് കാണാം. വന്ന് വന്ന് മലയാളം കൂടി വായിക്കാൻ പറ്റാണ്ടായി തുടങ്ങിയല്ലോ. എന്താ രാമനായരെ, സുഖം തന്നെയാണോ? അങ്ങനെ അങ്ങ് പോകുന്നു. ബാസിയുടെ വിസക്കാരിയൊക്കെ എന്തായി? അതിന്റെ കാര്യം മാഷിനോട് പറയാനാ വന്നത്. ആ ഏജൻസി മാഷിന് നേരിട്ടറിയാം. മാഷ് പറഞ്ഞ കാര്യം സീരിയസ് ആയിക്കോളൂ. ഇങ്ങനത്തെ ഓരോരോ ആവശ്യങ്ങൾക്കായി ഓരോരുത്തർ വന്നാ അദ്ദേഹം നിന്ന് തിരിയാൻ തീരെ സമയമില്ല. എന്നാലും ഇതൊക്കെ ചെയ്യുമ്പോഴേ ഭയങ്കര സംതൃപ്തി അദ്ദേഹത്തിന്.
ഇതൊക്കെ കാണുമ്പോ എന്റെ മനസ്സങ്ങോട്ട് നിറയും. പ്ലീസ് സിറ്റ് ഓൺ ദാറ്റ് പ്ലീസ്. ഇംഗ്ലീഷ് അറിയില്ലല്ലേ? അവിടെ ഇരുന്നോളാൻ. പൂവർ മാൻ. ആഹാ, ഇത്രേ ആയുള്ളൂ? വയ്യ സരോജിനി, അനങ്ങുമ്പോഴേക്ക് കിടക്ക. അയ്യടാ ഒരു കിതപ്പ്. അതെ, ആ ട്രീസയുടെ ലൈനിയുടെ ഹസ്ബൻഡിനെ ഒന്ന് കാണണം. എന്റെ ഒരു വിധി. പിന്നെ ആ രാമനായർ വന്നിട്ടുണ്ട്. നിർത്തടാ. ഇത് മുഴുവൻ അരച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് കുറച്ച് തുണി കിടപ്പുണ്ട്. അത് മുഴുവൻ വാഷ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് വന്നാ മതി. രാമനായർ ഞാൻ മാനേജ് ചെയ്യുന്നോളാം. തുടങ്ങിക്കേ. സോറി രാമനായരെ, അദ്ദേഹം എക്സസൈസ് ചെയ്തോണ്ടിരിക്കാം. ഇപ്പൊ കൈന്റെ ബലത്തിലുള്ള എക്സസൈസ് ആയിട്ടുള്ളേ. ഇനി കാലിന്റെയും വയറിന്റെയും ഒക്കെ ബാലൻസ് എടുക്കുക. എല്ലാം തീർത്തിട്ട് ഇനി അദ്ദേഹം പുറത്തേക്ക് വരികയുള്ളൂ. ഏതായാലും രാമനായർ ഇപ്പൊ പോയിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാ മതി. അപ്പൊ പിന്നെ എല്ലാം റെഡിയാവും കേട്ടോ. ഓക്കെ, ശരി, അങ്ങനെ ആയിക്കോട്ടെ, പോയിക്കോളൂ. നടക്കടാ. ചക്കരേ, അപ്പ അതൊന്നും പ്രശ്നാക്കണ്ടപ്പ. വഴിയെ പോകുന്നവരൊക്കെ പലതും പറയും. അതിനൊന്നും പ്രതികരിക്കണ്ടെന്ന് അപ്പം തന്നെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ട് കൈയും കൊട്ടിയാലേ ശബ്ദം ഉണ്ടാവുന്ന എപ്പോഴും അപ്പൻ എന്നെ ഓർമ്മിപ്പിച്ചു. മേല് തൊട്ട് കളിക്കാൻ വരുമ്പോ മാത്രം ഒരു കൈ കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയാൽ മതിയെന്ന് ഞാൻ അതിൽ കൂട്ടിച്ചേർത്തു. അപ്പൻ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. आज क्या वादा तूने गया मेरे पी आज तेरे लिए मैं गिरा मैं गिरा मैं गिरा. बार बार यार नाया. തുടക്കം കുഴപ്പമില്ലല്ലോ അല്ലേടാ? ഇത് കുഴപ്പ വാസുണ്ണ. അതെന്തെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞ അങ്ങോട്ട് മാറില്ലേ? മാറും അല്ലെങ്കിൽ മാറ്റിക്കോ. മതി അണ്ണ, ഒരുപാടായില്ലേ? നിനക്കറിയോ, ദിവസം ഒരു കുപ്പി കൂടുതൽ കുടിച്ചാ അപ്പം മോന്ത വീർപ്പിക്കായിരുന്നു എന്റെ നീലിപ്പെണ്ണ്. ഞാൻ അവക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആരാ അവക്ക് ഒഴിച്ചു കൊടുക്ക? ഇന്ന് ഇത്ര മതി. ദേവഭാവ ദേവഭാവ. ஏதாவது டெஸ்டின் ரிசல்ட் வந்திருக்குமா? ஒரு வாரமா ஃபோன் பண்ணல. அவளுக்கு கொடுக்கிறதுக்கு இங்க எந்த நம்பர் உண்டண்ணா? வள்ளி, அந்த பூத்துக்காரன் நம்பர் கேட்கலாம், நாளைக்கு கொடுக்கலாம். எப்படி வள்ளி? ஆமா ஆமா.
മോനെ ശുക്കൂറേ, മോനെ ശുക്കൂറേ. എന്താണ് മജീദ്? അന്റെ ബാപ്പ എവിടാ? ബാപ്പ നമ്മുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് സിനിമക്ക് പോയി. അല്ലാ എന്റെ പടച്ചോനെ, നമ്മളത് അറിഞ്ഞില്ലല്ലോ. ഉമ്മാനോട് പറഞ്ഞെന്നും പറഞ്ഞല്ലേ സിനിമക്ക് പോയത്. എന്റെ റബ്ബേ, ഈ എന്താണ് പോക്കറ്റില് തപ്പണത്? ഏയ് ഒന്നുമില്ല മജി. കയ്യെടുക്കടാ നോക്കട്ടെ. എന്റെ അല്ലോ, ലവ് ലെറ്ററാ. ഞാൻ വായിക്കട്ടെ. പ്രിയപ്പെട്ട നാരിക്ക്. എന്താടാ? അല്ല മച്ചി, പ്രിയപ്പെട്ട നാദിരക്ക് എഴുതിയതാ, അങ്ങനെ ആയിപ്പോയി. നീ നാളെ കക്കൂസിന്റെ പുറകിൽ വാരണം, ഞാനും വരും. അയ്യേ, എന്താടാ ഇത്? അല്ല, ഞാൻ നാളെ കക്കൂസിന്റെ പുറകെ വരും, നീയും വരണമെന്ന് എഴുതിയതാ, അങ്ങനെ ആയിപ്പോയി. എന്റെ ഉമ്മാച്ചിയും ബാപ്പ പിച്ചിയും മാത്രമേ ഉള്ളൂ. എന്താടാ ഇത്? അല്ല, എന്റെ ഉമ്മച്ചിയും ബാപ്പച്ചിയും എഴുതിയത്, അങ്ങനെ ആയിപ്പോയി. കത്ത് ചിരിക്കുന്നു. അല്ല ഉമ്മച്ചി, കത്ത് ചുരുക്കുന്നു എഴുതിയത്, അങ്ങനെ ആയിപ്പോയി. മോനെ ഇത് പിടിക്ക്. ഉമ്മ ഒരു കാര്യം പറയട്ടെ. കാര്യമാണോ? അല്ലേ, ഇങ്ങനെ പോയാലും മോൻ നാദിരനെ അല്ല ഷക്കീലാനെ വരെ പ്രേമിക്കും. ഞാൻ പോട്ടെ. എങ്ങടെ? ഷക്കീലിനെ പ്രേമിക്കാൻ. എടാ, നാട്ടില് നാടോടിയിലോ പറഞ്ഞാ ആ ഞാൻ കണ്ടില്ല. നീ കണ്ട? നല്ല ചരക്കൊക്കെ ഞാൻ കണ്ടില്ല. എന്തായാലും നിന്ന് പോണം. ആ ഞാൻ എനിക്ക് കണ്ടിട്ട് മതിയായില്ലോ. ഓ സ്ഥലം മാറിപ്പോയോ? ഈ പരമൻ മുതലാളിയുടെ വീട് ഏതാ? പരമൻ മുതലാളിയോ?
വൺ മിസ്റ്ററും വേലായുധന്റെ മകൻ? ഇവിടെ 2-3 വേലായുധന്മാരുണ്ട്. അവരിലാർക്കും പരമമുതലാളി എന്നൊരു മോനില്ലല്ലോ. അത് പിന്നെ വൺസ് അപ്പോൺ എ ടൈം ആ വേലായുധൻ ഈ കോക്കൻ ട്രീയിൽ സ്റ്റെപ്പായി ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്ത് ദാറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്. അണ്ടർസ്റ്റാൻഡ്? എടാ, ഇത് നമ്മുടെ തെങ്ങ് കയറുന്ന വേലായുടെ കാര്യ പറയണേ. കറക്റ്റ് അല്ല, എന്നാ കറക്റ്റുമാണ്. വേലായുധന് പരമൂന്നൊരു മോനുണ്ട്. അവൻ നാടോട്ട് ദുബായിലല്ലേ? അവനെന്നാ മുതലാളിയായത്? നോ. ദുബായിലും അബുദാബിയിലും ഷാർജയിലും അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികളുണ്ട്. അവിടെ എല്ലാരും അദ്ദേഹത്തെ പരമ മുതലാളി എന്നല്ല വിളിക്കുന്നേ. ആഹാ, അങ്ങനെയാണോ? പിന്നെ മുതലാളി എന്നല്ലാതെ എന്നെ അവിടെ ആരും വേറെ ഒന്നും വിളിക്കാറില്ല. മുതലാളി എന്നെ കണ്ടാ തോന്നത്തില്ലായിരിക്കും, ബട്ട് ഐ ആം മിസ്റ്റർ പരമ മുതലാളി. ആട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നാളെ മുതൽ നിങ്ങൾ എന്നെ പരമ മുതലാളി എന്ന് വിളിക്കണം. ചോദിക്കുന്ന പൈസ തരാം. അണ്ടർസ്റ്റാൻഡ്? പരമ മുതലാളിയേ, നിർത്താൻ. നമസ്കാരം ടീച്ചർ, ഞാൻ സന്ധ്യാവിഷൻ ചാനലിൽ നിന്ന് വരികയാണ്. നമസ്കാരം. ടീച്ചറെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ചെയ്തോളൂ. ടീച്ചറുടെ പേരെന്താ? കലാമണ്ണിലെ ഋതു ചടല താളലയ മൃദുല സരസമ്മ. ഇതെന്തു സാധനം? അതെ, സരസമ്മ എന്നുള്ളത് എന്റെ പേരാ. പിന്നെ ബാക്കി അവാർഡുകളും ഫെലോഷിപ്പുകളും ഒക്കെയാണ്. അല്ല, ടീച്ചർ എന്തൊക്കെയാ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ ഇവിടെ ഭരതനാട്യം, കുച്ചിപ്പുടി, മണിപ്പൂരി, പാനിപ്പൂരി, ബേൽപൂരി, പിന്നെ മോഹിനിയാട്ടം, അഴിഞ്ഞാട്ടം, കൂടിയാട്ടം, തിരിഞ്ഞാട്ടം, മറിഞ്ഞാട്ടം, അങ്ങനെ പല ആട്ടങ്ങളും പഠിപ്പിക്കുന്നു. അല്ല, ഈ കൂടിയാട്ടം അഴിഞ്ഞാട്ടം എന്നൊക്കെ വെച്ചാൽ എന്തുവാ? അതെ, ഈ കൂടിയാട്ടം എന്ന് പറയുമ്പോഴേ ഈ കുട്ടികളെല്ലാരും കൂടി ഇങ്ങനെ കൂടിയാടുക. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ മുടി ഇങ്ങനെ അഴിഞ്ഞു വീഴും, അത് മുടിയാട്ടം. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ ഓരോന്ന് അഴിഞ്ഞഴിഞ്ഞ് വീഴും, അത് അഴിഞ്ഞാട്ടം. ഈ അഴിഞ്ഞാട്ടത്തിലാണ് എനിക്ക് സ്റ്റുഡൻസ് വളരെ കൂടുതൽ. പിന്നെ ഞാനേ ഒരു പുതിയ ഐറ്റംസ് കൂടെ ചേർത്തിട്ടുണ്ട്, അത് ക്യാബറേ. ടീച്ചർ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചൊരു കുട്ടിയുടെ ക്യാമറ കണ്ടാ കൊള്ളാന്നുണ്ട്. ഓ, കാണാലോ. മോളയുടെ ഡിവാഡി. ഡിവാഡിയോ? ഏർവാടിയുടെ മോളാ. ഈ ഡ്രസ് ഇട്ടിട്ടാണോ ക്യാബ്രേ? പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചു? തുണിയില്ലാതെ കളിക്കുന്നോ? ഞാൻ എന്റെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അവരാരും അങ്ങനെ അഴിഞ്ഞാടത്തുമില്ല. മോൾ ഇതിനു മുമ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, സമ്മാനം. വെക്കണ വിചാരിയുള്ളൂ. സമ്മാനം. നീ ഒന്നും പറയണത്, നീ അങ്ങോട്ട് അഴിഞ്ഞാട്. എടാ മഹാബാബി, നിനക്ക് ഇങ്ങനെ ദുർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചേനല്ലോ ക്യാബറേ.
സർക്കസുകാരുടെ കൂട്ടത്തിൽ കാണാൻ കൊള്ളുന്നൊരു പെണ്ണുണ്ടെന്ന് കേട്ടപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടുകളയാൻ തോന്നി. കണ്ടപ്പോ ഒന്ന് തൊട്ട് കളയാൻ തോന്നി. സത്യം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും ധിക്കാരം കാണിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ വെറുതെ ഇരുന്ന കൊള്ളൂടാ. ശരിയാ, അത്രയും പേരുടെ മുമ്പിൽ വെച്ചായത് സുരേഷിന്റെ ഇമേജിന് ക്ഷീണമാ. ഒരു പണി കൊടുത്തേ പറ്റൂ. എടുത്തു ചാടണമെന്ന എന്റെ അഭിപ്രായം. അവൾ അത്യാവശ്യം തന്റേടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഒരിക്കൽ കൂടി ചമ്മിയാ പിന്നെ കത്തി സുരേഷ്, നീ പേര് മാനത്തൊന്ന് പൊട്ടിയുണ്ടായതല്ല, ഒരു പെണ്ണല്ലേ എന്ന് കരുതി തത്സമയം ഞാൻ വിട്ടുകളഞ്ഞു, അത്രമാത്രം. പക്ഷേ ഇനി ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും. ആന മുതൽ സിംഹങ്ങൾ വരെയുള്ള മൃഗങ്ങളുമായിട്ട് ലോക സർക്കസുകാർ പട്ടണം മുഴുവൻ കറങ്ങുന്ന നേരത്താ 4 മോളെയും ചാരി വെച്ച് നാട് ചുറ്റി നാടഭ്യാസം കാണിക്കുന്നേ. കഷ്ടം. നല്ല ഒന്നാന്തരം പീസുകളാ കൂടുള്ളത് അല്ലേ ഏട്ടാ? പക്ഷേ അവൾ ഒരു വിത്താ, ആ മുല്ലപ്പെണ്ണ്. ഓ, താമര പൂത്തൊരു ആനനം, ആലില വയറൊന്ന് കാണണം, കേറണം വിരാജിത കൊള്ളണം. പക്ഷേ അണ്ണാ, ഒരു സർബത്ത്. അല്ല, നിങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ? പിന്നല്ലേ, ഇവിടെ കിടന്നാലും അവിടെ കിടന്നാലും അവർക്ക് ഒരേ മാതിരി. ഒരാൾ ഒരു സ്ഥലത്ത് സ്ഥിരായിട്ട് നിന്നാ മടുക്കില്ലേ? പിന്നെന്താ പ്രശ്നമെന്ന് വെച്ചാ, സഹോദരന്മാരെ, ഉറച്ച മേൽക്കൂരയ്ക്ക് കീഴിൽ നിറയെ അറിവും സൗകര്യങ്ങളുമായി ജീവിക്കുന്നവരാ നിങ്ങൾ. വെറും കാറ്റടിച്ചാൽ പോലും പറക്കുന്ന ശീരികൾക്കുള്ളിൽ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരാ ഞങ്ങൾ. 2, ആ അറിവുകൾ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. വെറും 4 പ്ലാസ്റ്റിക് ഷീറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് കളങ്കമില്ലാത്ത സ്നേഹവും ബന്ധങ്ങളും മാത്രമാണ്. പിന്നെ ആ ടെന്റുകൾക്കുള്ളിൽ നിന്ന് കുട്ടിക്കാലം മുതലേ ഞങ്ങൾ മനുഷ്യനെ അറിഞ്ഞു തുടങ്ങും. പക്ഷേ 10 ജന്മം കഴിഞ്ഞാലും നിങ്ങളെ കൊണ്ട് അതിനാവില്ല. തെമ്മാടി പറഞ്ഞു കേട്ടില്ലേ? മാഷെന്താ പരിഹസിക്കുകയാണോ? ആട്ടെ, തെമ്മാടിത്തരം പറഞ്ഞിട്ട് എന്തേ ആരും ഒന്നും പ്രതികരിച്ചില്ല? അത് പെട്ടെന്നായപ്പോ അതാ കുഴപ്പം. നമ്മൾ ഈ വലിയ മനുഷ്യന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, സത്യത്തിന് മുമ്പിൽ പകച്ചു പോവും. പപ്പ, ഒരു സർബത്ത്. ശരി പക്ഷേ, എത്ര നേരം ഇവിടെ ഇരിക്കണോ? അവര് വരുന്നുണ്ട്. ഒന്ന് നിന്ന് ചേച്ചിയെ, ഞങ്ങളൊരു 500 രൂപയും പിടിച്ചോണ്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയേ. ചേച്ചിമാർക്ക് ഞങ്ങളെ കണ്ണുപിടിക്കുന്നില്ലായിരിക്കും. ഞങ്ങൾ കുട്ടികളൊന്നും അല്ല കേട്ടോ. കണ്ണിലെ പിടിക്കോ പിടിക്കാതിരിക്കോ ചെയ്യേണ്ട ആവശ്യം ഇങ്ങ എന്താ മക്കളെ? ഈ മക്കളെ വിളി ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി. സാരമില്ല, എന്തായാലും നിങ്ങളുടെ വായിന്ന് വന്ന വിളി ചേച്ചിന്നല്ലേ. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രായമുണ്ടെന്നല്ലേ. അനിയന്മാരെ, എന്റെ അപ്പൂന് 5-6 വർഷം കഴിഞ്ഞാ നിങ്ങളുടെ പ്രായമാവും. അത്രയല്ലേ നിങ്ങളായിട്ടുള്ളൂ. നിങ്ങള് അമ്മയുടെയും ചേച്ചിയുടെയും പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയ പിന്നെ എന്തിനാ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പോണത്? സങ്കടമുണ്ട്. സഹോദരിയോ? എല്ലാരെയും സഹോദരിമാരായി കണക്കാക്കിയ പിന്നെ എങ്ങനെ കാര്യങ്ങൾ നടക്കണേ? ചേച്ചി ഉമ്മ വാചകം അടിച്ച് നേരം കളയാതെ. നിങ്ങൾ രണ്ടുപേരുണ്ട്, ഞങ്ങളും. ഊരിയൂറ്റലൊക്കെ കഴിഞ്ഞ് വന്നോ? ദേ,
ഈ ഇടയായിട്ട് നിങ്ങൾക്ക് എന്താ ഒരു മാറ്റം? എന്ത് മാറ്റം? അല്ല, എന്നെ യാതൊരു വിലയില്ലാത്ത മാതിരി. കണ്ടോ കണ്ടോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി എന്നെ ഇങ്ങനെ നോക്കാനേ നിങ്ങൾ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഇപ്പോ യഥാകാലേ യഥാർത്ഥ ബുദ്ധി. എന്ന് വെച്ചാ? ഓഹോ, നിനക്ക് ഇംഗ്ലീഷ് അല്ലേ മനസ്സിലാവൂ. അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. കഴിഞ്ഞ മീറ്റിങ്ങിനെ എന്റെ ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടിട്ട് ഡോക്ടർ ലീലാമ്മ പോലെ അന്തം വിട്ട് നിന്നുപോയി, അറിയാവോ? അന്തം വിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവരൊന്നും പറഞ്ഞില്ലേ? എങ്ങനെ പറയും? ശരിയാ, അവരല്പം നിലവാരം കൂടിയ സ്ത്രീയാ. അതുപോട്ടെ, നീ എന്താ ഈ കൂട്ടിലിട്ട വെരിനെ പോലെ ഒന്ന് കറങ്ങുന്നത്? പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലേ? എങ്ങനെ നടക്കാതിരിക്കും? എന്റെ മോനൊരു അപമാനം വന്നാൽ എനിക്ക് സഹിക്കോ? നിന്റെ മോനോ? ഭർത്താവിന്റെ ആദ്യ ഭാര്യയുള്ള മകനെ സ്വന്തം മകനെ കാണാനുള്ള ഹൃദയശാലത നിനക്കില്ലെന്ന് നീ ഇന്നലെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ എന്ന് വെച്ചാൽ അവൻ അപമാനിക്കപ്പെട്ടല്ലേ കൈയും കെട്ടി നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ഷോ, ഈ സൊസൈറ്റി മെമ്പേഴ്സിന്റെ മുഖത്തൊക്കെ ഇനി ഞാൻ എങ്ങനെ നോക്കും? അപ്പൊ അതാണ് പ്രശ്നം. ആട്ടെ, എന്ത് അപമാനോ ഇത്ര ഭീകര രീതിയിൽ ഉണ്ടാക്കി വെച്ചത്? അതോ, നാട്ടിലെ ആണുങ്ങളുടെ മുമ്പിലെ ഡാൻസ് ആടി പിച്ചപാത്രം നീട്ടി പൈസ വാങ്ങുന്ന ആ അലവലാതി പെണ്ണില്ലേ, അവളെ എന്റെ മോന്റെ മുഖത്തടിച്ചെന്ന്, അതും നനഞ്ഞ തുണി കൊണ്ട്. ഒറ്റ മണിക്കൂർ കൊണ്ടേ നാട്ടിൽ മുഴുവൻ പാട്ടായില്ലേ? ഈ നാട്ടിലുള്ള എന്റെ നിലയും വരെ എന്താണെന്നാ നിങ്ങളുടെ വിചാരം? ആ ജെസ്സിയോട് ആമിനത്താത്തോടൊക്കെ എല്ലാവരോടും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തോടെ ആ ദേവദാസി പെണ്ണുങ്ങളെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഓടിക്കും. ഇത്രയ്ക്കായോ അവരൊക്കെ? സ്ത്രീവർഗത്തെ മുഴുവൻ നാടക്കാരുണ്ടാക്കുന്ന വർഗങ്ങള്. എന്തേ? എന്റെ മോന്റെ കാര്യം ചോദിക്കാൻ വന്നാ. വെറുതെ നടന്നു വരുന്ന ഒരുത്തനെ എതിരെ വരുന്ന ആള് തലങ്ങും വിലങ്ങും തല്ലുവോ? അതും ഒരു പെൺകുട്ടി. ഒരു ഉറുമ്പിനെ പോലെ നോക്കിയാത്തനവൻ. അവന്റെ മുഖം കാണണം. ഇന്ന് ഒറ്റകൾ ഇവിടുന്ന് ഓടിക്കണം. അത് ശരി. എല്ലാ സുഖസൗകര്യങ്ങളും സ്വാതന്ത്ര്യവും വാരിക്കോരി കൊടുത്തിട്ട് ആൺകുട്ടികളെ നിലവാരമില്ലാതാക്കി വളർത്തിയതും പോരാ, അവര് കാണിക്കുന്ന എല്ലാ വൃത്തികൾക്കും കൂട്ടുനിൽക്കുക ന്യായീകരിക്കുക. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ എവിടുന്ന് കെട്ടുപൊട്ടിച്ച് വന്നു ഇവിടുന്ന് ഓടിക്കണമെന്നും. ഈ രാജ്യം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടേതുവാ. പിന്നെ ഓടിക്കൽ, അതിന് നിങ്ങളുടെ ആരെങ്കിലും സ്വകാര്യ ഭൂമിയിലാണോ ഞങ്ങൾ താമസിക്കുന്നത്? അല്ലല്ലോ. അപ്പോ അങ്ങനെ അല്ലാത്തിടത്തോളം കാലം സർക്കാർ തീരുമാനിക്കട്ടെ, ഞങ്ങൾ എവിടെയെങ്കിലും അന്തി ഉറങ്ങണോ അതോ കൂട്ട ആത്മഹത്യ ചെയ്യണോ? എന്നമ്മ കൂപ്പിട சொன்ன? அப்படியா? என்னங்க, நம்ம புள்ளைக்கு வேலை கிடைச்சாச்சு. சென்னை ஹைகோர்ட்டில் கிளர்க்கு தான். அப்படியா? கடவுள் காப்பாத்தியாச்சு. ஆமா, அப்பாக்கும் அம்மாக்கும் நிம்மதியாச்சு. இல்லம்மா, எதுக்கு வேலைக்கு போனோம்? ஆமா, வருது, நாளைக்கு வருது. குமார் கிட்ட அப்பா வருதுன்னு சொல்லிடு. கொடுங்க, இங்க கொடுங்க. ஆமா அம்மா, அம்மாதான். ரொம்ப சந்தோஷம். அம்மா அப்புறம் கூப்பிடலாம். நீ நிம்மதியா இருந்த? ஆமாம்மா, வரலாம் வரலாம். சரி சரி, என் கண்ணு, என் முத்து. ஏய், என் மகளுக்கு வேலை கிடைச்சாச்சு சாமி. 7000 ரூபாய் ஸ்டார்டிங் சாலரி கிடைக்கும். நாங்கள் இனி வேலைக்கு போகல. நீதி நீங்க எடுத்துடுக்கோ சாமி. இது என்னோட சந்தோஷத்துக்கு தான். வாமா. சின்ன நாள்ல இருந்தே படிப்புனா அவக்கு ரொம்ப முக்கியம். +2க்கும் BAக்கும் MAக்கெல்லாம் காலேஜ்ல அவ தான் ஃபர்ஸ்ட். டீச்சர்ஸ்க்கெல்லாம் அவ மேல ரொம்ப பிரியம். அரகா. சாப்பிடுங்க. ஏய், பரவாயில்லையா, வாங்கி குடியா. இன்னைக்கு குடிச்சலேன்னா நான் இன்னைக்கு குடிக்கல. അടിടാ, അഴകന്റെ മോക്ക് ജോലി കിട്ടിയ ദിവസമാ.
നമുക്കടിച്ചു പൊളിക്കാം. വാസുണ്ണാ. ആ നന്നായി വാ. ഒരു ലക്ഷ്യം മനസ്സിലിട്ട് പ്രവർത്തിക്കുന്നവനെ ഈശ്വരൻ കൈവിടിയില്ല. എന്നാലും 10 വർഷങ്ങൾ ഒന്നായി வாழ்ത്തില്ലേ? പിരിഞ്ഞു പോയിടുമ്പോ മനസ്സൊരു മാതിരി. സാരമില്ലടോ, എല്ലാം നല്ലതിനാ. முல்லை உன்னோட திருமணத்துக்கு கண்டிப்பா வருவேன். மறக்காம எங்களை கூப்பிடணும். வரட்டுமா? சரி.
അതങ്ങനെ മതി. ശരി. എന്നിട്ടെന്തായി? അത് നിന്നോട് പറഞ്ഞതല്ലേ. കൊള്ളാം കേട്ടോ. എന്ത്? ഡാൻസും പിന്നെ ഡാൻസ് ആടുന്ന ആളും. പിന്നെ ഈ കാന്താരി മുളകും. പോടാ വാ മോളെ. അങ്ങനെ അങ്ങ് പോയാലോ? അഭിനന്ദിക്കുന്ന നല്ല മനസ്സുണ്ടല്ലേ? ഒരു മറുപടി പോലും പറയാതെ. നന്ദി. അങ്ങനെ ഒരു വെറും വാക്കിൽ ഒതുക്കാനുള്ളതാണോ നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം? ഏയ് ഒരിക്കലും അല്ല. പെരുമാറ്റത്തിൽ മതിപ്പുളവാകുമ്പോ മനുഷ്യനാ പരിചയം തുടരും. അതില്ലാതായ പുച്ഛിക്കും. അതെ, അങ്ങനെ അങ്ങ് നെകളിച്ച് വിലസാമെന്നൊന്നും കരുതണ്ട. എന്തിനങ്ങനെ കരുതണം? വാടാ, കരുതേണ്ടത് എന്താണെന്ന് ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ
അക്ക കരയല്ലേ അക്ക? നമുക്കിനി കരയാനാ മോനെ വിധി. ഇനി നമുക്ക് ആരാ അക്ക ഉള്ളത്? നമുക്ക് ഈ കൂടാരങ്ങളിൽ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നാലും ഈ വലിയ ലോകത്തില് അക്കായിക്ക് സ്വന്തമായിട്ട് മോനക്കായി മാത്രമേ ഉള്ളൂ. മുല്ല, ഞങ്ങളിനി എന്ത് ചെയ്യും? ജീവിച്ച് കാണിക്കണം. തളരരുത്. നമ്മൾ എന്ത് സംഭവിച്ചാലും തളരാൻ പാടില്ല. ഈ ലോകത്ത് നമ്മളെ മനസ്സിലാക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മളത് ആശിക്കുകയും വേണ്ട. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാലും പതരാൻ പാടില്ല. ദാ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കിയേ. പകല് മുഴുവൻ അതിന് കാണാൻ പറ്റില്ല. പക്ഷേ രാത്രി അത് തെളിയും. അവിടെ നിന്ന് നിന്റെ അപ്പ കാണുമ്പോ അപ്പുനെ നമ്മൾ നന്നായി വളർത്തി കാണിക്കണം. മോൾ അവനെ വിളിക്ക. ഞാൻ കുറച്ച് കഞ്ഞി കൊടുക്കട്ടെ. വാ, കഞ്ഞി കുടിക്ക. ദാ അണ്ണ മുല്ലക്ക. 2 ദിവസം അവളെ വിളിക്കണ്ട, നമ്മൾ മതി. എന്നാലും ഒന്ന് പറയണ്ടേ? മുല്ല, അപ്പു, ഞങ്ങളിറങ്ങാം. നീ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. കിട്ടുന്നത് എന്താന്ന് വെച്ചാ ഞാൻ വൈകുന്നേരം കൊണ്ടുതരാം. ഇല്ല ശെൽവണ്ണ, ഇനി ഒരിക്കലും ഞാനില്ല. എന്റെ അപ്പനില്ലാതെ എനിക്ക് ആടാനും പാടാനും ഒന്നും കഴിയില്ല. അതെന്താ അങ്ങനെ? അപ്പൊ ജീവിക്കണ്ടേ? ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്തോളാം. അപ്പോ ഞാൻ എന്നെ കയറി നടക്കുമ്പോ താഴെ അപ്പനില്ലെങ്കിൽ എനിക്ക് ധൈര്യം വരില്ല. എന്തിനാ അക്കാ വിഷമിക്കുന്നത്? ഇത്തിരി പോന്ന കാലം തൊട്ടേ സർക്കസ് സാധനങ്ങൾ സൈക്കിളിന് പുറകിൽ വെച്ച് വാസോണന്റെ കൂടെ പോണതായി അക്ക കണ്ടിരിക്കണത്. എന്നിട്ടിപ്പോ വർഷങ്ങളോളം, അതും കുട്ടിക്കാലം മുതൽ ചെയ്ത് ശീലിച്ചൊരു തൊഴില് ഒരു ദിവസം നിർത്തുമ്പോൾ കയ്യോ കാലോ പറഞ്ഞു പോകുന്ന വേദനയാന്ന് ഇന്ന് ഞാനും പഠിച്ചു വെക്കാം. പക്ഷേ നമ്മൾ എന്തിനേയും മറികടക്കേണ്ടവരല്ലേ മോളെ? ചെയ്യുന്ന ഓരോ തൊഴിലും ദൈവമാണ്. നമ്മളത് കാപട്യമില്ലാതെ ചെയ്താൽ മതി. എല്ലാവരും പറയാറുണ്ട് തൊഴിലായ്മ ഈ നാടിൻ്റെ ശാപാന്ന്. പക്ഷേ ഞാൻ പറയുന്നത് തെറ്റാണെന്ന്. തൊഴിൽ ചെയ്യാൻ അറിയാത്തവരും അത് ചെയ്യാൻ മടിയുള്ളവരുമാണ് ഈ നാടിൻ്റെ ശാപം. ഇന്നത്തെ ലോകത്ത് ആർക്കും വേണമെന്ന് വെച്ചാൽ തൊഴിൽ കണ്ടെത്താൻ കഴിയും. പക്ഷേ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ മാത്രമാണ്. നമുക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ കണ്ടെത്തണം. ഞാനത് ചെയ്യുന്നു.
ഞങ്ങൾ സർക്കസ് നിർത്തി. ഇന്നു മുതൽ വേലയ്ക്ക് പോവുക. സാരമില്ല മോളെ, ജീവിതമല്ലേ. നമ്മൾ നാടോടികൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. എന്താടാ ഇത്? നീ എങ്ങോട്ടാ? ഞാൻ പോവാണ്. പോവേ? ഇനി ഞാനിവിടെ നിന്നാ നിങ്ങൾക്കെല്ലാം ഒരു ഭാരം മാറുകയേ ഉള്ളൂ. എന്താ കുട്ടി നിനക്ക് ഇങ്ങനെ തോന്നാൻ? ഞങ്ങളൊക്കെ വിട്ടുപോവാൻ പോകാതിരിക്കാൻ പറ്റില്ല തമ്മ. 5 വയസ്സ് മുതൽ ഈ പെട്ടി തൂക്കി വാസോണ്ടന്റെ പുറകെ നടന്നവരല്ല ഞാൻ. വാസോണ്ടൻ പോയി, ഇനി ഞാനിവിടെ എന്നിട്ട് എന്താ കാര്യം? നിനക്ക് ഞങ്ങളെപ്പോലെ എന്തെങ്കിലും വേല ചെയ്ത് ജീവിച്ചൂടെ? കോമാളി വേഷം കെട്ടാനല്ലാതെ മറ്റെന്ത് ജോലിയാ ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് മറ്റേതെങ്കിലും സർക്കസ് കമ്പനിയിൽ ചാൻസ് കിട്ടുമെന്ന് നോക്കട്ടെ. അണ്ണനെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നും വേല ചെയ്ത് കിട്ടുന്നോണ്ട് തിന്നാവുന്ന വാസുണ്ട് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അപ്പു ഗുണ്ടുവണ്ണ, ഇനി നമ്മൾ തമ്മിൽ കാണില്ലേ? വരും ഞാൻ. എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണാൻ. ഈ ലോകത്ത് നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? മോനെ, നന്നായി വരും മോനെ. ദാ അപ്പു. അപ്പു, അക്ക പറഞ്ഞിട്ടില്ലേ ജോലിക്ക് പോരുതെന്ന്? അക്ക കണ്ടില്ലേ നീ പോരുന്നത്? നിന്റെ അക്കി നീ എന്താ ചെയ്യാ? വേല ചെയ്യൂ. എന്ത്? എന്തെങ്കിലും. വാ നമുക്ക് നടക്കാം. നീ ശ്രദ്ധിച്ചില്ലേടി ഇന്നലത്തെ മീറ്റിംഗിൽ ആ സരോജിനി വെച്ച് കാച്ചിയ പന്ന ഇംഗ്ലീഷ്? എന്തൊരു ചീപ്പ് എക്സലന്റ് ഇംഗ്ലീഷാ. അല്ല പിന്നെ, അല്ലേലും അവളൊരു പൊങ്ങച്ചക്കാരിയാ. എനിക്ക് അത്ര മെച്ചോർഡ് പീപ്പിൾസിനെ കണ്ടാ തന്നെ കണ്ടുപിടിക്കില്ല. പിന്നല്ല. എന്താടി ചേച്ചി, ഇവിടെ എന്തെങ്കിലും ഒരു ജോലി? ജോലി? നീ ആ തെരുവിൽ സർക്കസ് കളിക്കുന്ന പെണ്ണല്ലേ? കണ്ണും കൈയും കാട്ടി നാട്ടിലെ ആമ്പിള്ളേരെ മുഴുവൻ വസ്താക്കാൻ നീ മിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. നീ എന്ത് വിശ്വസിച്ച വീട്ടിൽ കയറ്റാ? കണ്ട ആണുങ്ങളുടെ ഒക്കെ മുമ്പിൽ അഴിഞ്ഞാടി നടക്കണ പെണ്ണ്. ഇവക്കൊക്കെ നിലയും വലിയുള്ള തറവാട്ടി ചെന്ന് പണി ചോദിക്കാനുള്ള ധൈര്യം വന്നല്ലോ. എന്നാ കൊച്ചാ വന്നേ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടോ? അതൊക്കെ തരാം. ഖത്തർ, കുവൈറ്റ്, ദുബായ്, ഉഗാണ്ട, ആ രാജ്യത്ത് ഞാൻ എത്രയോ പേരെ ജോലിക്ക് വിട്ടിട്ടുണ്ട്. എടി കൊച്ചേ, നീ പാസ്പോർട്ട് കൊണ്ടുപോവാ. തന്നാൽ
15,000 സാലറി കിട്ടുന്ന നല്ലൊരു വലിയ ജോലി വാങ്ങിത്തരാം. ഇവളെന്തിനു വന്നതാ? ആ ഒരു ജോലി. അമ്മ, എന്തെങ്കിലും ഒരു ജോലി വേണം. നീ സർക്കസ് ഒക്കെ നിർത്തിയോ? നിർത്തി. അപ്പം മരിച്ചതോടെ എല്ലാം നിർത്തി. അപ്പ ഇല്ലാതെ ആടാനും പാടാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ. എന്നാ നാളെ മുതൽ ജോലിക്ക് വാ. ഞാൻ ഉറപ്പായിട്ടും വരാം. ശരി, പോയിട്ട് വാ. അപ്പൊ അവള് നാളെ രാവിലെ വരും. എന്താ സർ? എന്നാ കൊച്ചേ, നിന്നെ പോലെ സുന്ദരിയായ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി പണിയുന്നത്? നിനക്ക് ഞാനൊരു നല്ല വീട് വാങ്ങിത്തരാം. നിന്റെ അനിയനെ നല്ല പള്ളുകുർത്തി വിട്ട് പഠിപ്പിക്കാം. എന്താ? നീ എന്നോട് കുറച്ച് അടുത്ത് പെരുമാറിയാ മതി. ഉടനെ ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണ്ട സർ, ഞങ്ങള് പാവങ്ങളാ. നീ ഒരുപാട് വേർത്ത് അകത്തു വാ. നമ്മക്ക് AC-ലിരുന്ന് കൊച്ചു പുറത്തു പോകാനും പറയാം. അയ്യോ അയ്യോ അയ്യോ, പടി കിട്ടിയേലും അടുത്ത കുരിച്ച്. അയ്യോ, പോയില്ലേ? ആയി. ഓ അയ്യോ. എന്താ മുല്ല, ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട്? അത് ശരിയാവില്ല. എന്തേ? മാനം വിറ്റ് ജീവിക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. ആരാത്? ഏതാ വീട്? വേണ്ടണ്ണ, അവരോട് എതിർക്കാൻ നമുക്കാവില്ലല്ലോ. അത് കണ്ടിട്ടല്ലല്ലോ ഇത്രയും കാലം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചത്. നമുക്കിഷ്ടമില്ലാത്തത് നാം ചെയ്യാതിരിക്കുക, അത്ര തന്നെ. സാരമില്ല മുല്ല, എല്ലാം ശരിയാവും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. എന്നാലും നാടോടികളാണെങ്കിലും നമുക്കും വേണ്ടേ ഒരു ജീവിതം? വേണം. അല്ലെങ്കിലും എന്തിനും നമുക്ക് നാം തന്നെയല്ലേ ഉള്ളൂ. കാത്തുമ്പി പെൺമണിയാളെ തേനൂറും കവിതയുമായി നീയും വരുമോ മഴവില്ലു പൂത്ത താഴ്വരയിൽ? കാത്തുമ്പി പെൺമണിയാളെ തേനൂറും
കവിതയുമായി നീയും വരുമോ മഴവില്ലു പൂത്ത താഴ്വരയിൽ നിൻമടിയിൽ ഞാൻ മയങ്ങും പ്രണയം വിരിയും നീ മധുരം പകരും കാർത്തുമ്പി പെൺമണിയാളെ തേനൂറും കവിതയുമായി നീയും വരുമോ മഴവില്ലു പൂത്ത താഴ്വരയിൽ കൈതപൂത്ത പോലെ നിൻ പൂമലർമേനി തേനുതിർന്ന പോലെ ഈ പൂവിതൾ ചോടികൾ എന്തിനിത്ര നാണം എന്നടുത്തു നിൽക്കാൻ നില്ലടി നില്ലടി പാടടി പെണ്ണെ കുയിൽ പാട്ടുപോലെ മൂളടി താമര കിളിയേ പുതിയൊരു രാഗം ചുണ്ടിൽ പാടൂ വീണ്ടും കാർത്തുമ്പി പെൺമണിയാണ് തേനൂറും കവിതയുമായി നീയും വരുമോ മഴവില്ലു പൂത്ത താഴ്വരയിൽ കാലത്ത് കാതിൽ നീ ഓതി എനിക്കുള്ളതാണു നീ എൻ പ്രിയദേവി എന്തിനിത്ര കാലം എന്നരികിൽ നിന്നു കുറുനിരതഴുകും അഴകെ പറയൂ ഇനി എന്നു ചേരും മനസ്സൊരു വൃന്ദാവനമായി അതിലൊരു ചെമ്പകമലരായി നീ എൻ ജീവൻ കാത്തുമ്പി പെൺമണിയാണ് തേനൂറും കവിതയുമായി നീയും വരുമോ മഴവില്ലു പൂത്ത താഴ്വരയിൽ നിൻമടിയിൽ ഞാൻ മയങ്ങും പ്രണയം വിരിയും നീ മധുരം പകരും കാർത്തുമ്പി പെൺമണിയാളെ തേനൂറും കവിതയുമായി നീയും വരുമോ മഴവില്ലു പൂത്ത താഴ്വരയിൽ
അയ്യോ ഞങ്ങളെ വിട്. എന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, കുട്ടികളല്ല, അവരെ കൊണ്ട് വേല ചെയ്യിക്കുന്ന നിങ്ങളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്റെ അപ്പനെ കാണണം. ഇവിടെ നിന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ബാലവേല നിരോധിച്ചുകൊണ്ട് ഞങ്ങൾ വരെ ബാലഭവൻ ലഭിച്ചിരിക്കുക. നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കും. എവിടെയാ സാറേ ഈ ബാലഭവൻ? ആ സ്റ്റേഷന്റെ പിന്നിലാ. പിന്നെ ആ വലിയ 2 കുട്ടികളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളണം. ആ കുട്ടികളെ വിട്ടുകൊടുത്തേക്ക്. ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ അവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല ഭക്ഷണം കഴിച്ച്, നല്ല വസ്ത്രം ധരിച്ച്, നല്ല വിദ്യാഭ്യാസം നേടി ഉയർന്ന രീതിയിൽ ജീവിക്കുന്നത് കാണാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. കാലങ്ങളായിട്ട് നാടും വീടും വിട്ട് അലയുന്ന നിങ്ങൾക്ക് അതിന് സാധിച്ചില്ല, ആഗ്രഹിച്ചിട്ടും. അതല്ലേ സത്യം. നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളുടെ മക്കളും അതേ രീതിയിൽ തന്നെ വളർന്നു വരും. ഒരിക്കലും നിങ്ങൾക്കതിൽ കുറ്റബോധം തോന്നുകയില്ല. വാസ്തവം അതല്ലേ? സാറേ, ജീവിതകാലം മുഴുവൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മറിച്ച കൂരയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെ കിണറ്റിലെ തവളയാക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. നിവർത്തികേട് അങ്ങനെയൊക്കെ ചെയ്തു പോയി. ഞങ്ങൾക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ ഇനിയെങ്കിലും ചിന്തിക്കൂ. ഈ ലോകത്തുള്ള മറ്റെല്ലാ കുട്ടികളെയും പോലെ വയറു നിറയെ ആഹാരം കഴിച്ച്, കഥ പറഞ്ഞ്, പാട്ടുപാടി, ഒരുപാട് അറിവുകൾ നേടി, നല്ല ഉദ്യോഗങ്ങൾ വഹിച്ച് അന്തസ്സോടെ അവർ ജീവിച്ചോട്ടെ. അന്ന് നിങ്ങൾക്കും അന്നുവരെയുള്ള നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മറന്ന് അവരുടെ കൂടെ അലച്ചിലില്ലാതൊരു ജീവിതം നയിച്ചുകൂടെ? ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റില്ലേ? അതിനെന്താ, എപ്പോൾ വേണേലും വന്ന് കാണാം. എന്തായാലും ഇപ്പം നിങ്ങൾ പൊക്കോളൂ. ആദ്യ ദിവസം ആയതുകൊണ്ട് കുട്ടികൾ കൂടുതൽ അപ്സെറ്റ് ആവുമല്ലോ. ഒരു 2 ദിവസം കഴിഞ്ഞ് വന്ന് കണ്ടാൽ മതി. ആ, ശരി.